Now we discuss an example which uses the construction in this theorem. The theorem ഒന്നുകൂടി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പെട്ടെന്ന് പറയാം, അതിനുശേഷം നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. Given that E is a simple extension of F and E symbol implies there exists an alpha belongs to E such that F of alpha is equal to E. Okay, and since this alpha is algebraic, there exists an irreducible polynomial for alpha over F, and we suppose that the degree of this irreducible polynomial for alpha over F equal to n, which is greater than or equal to 1. Okay, then this theorem says that every element of f of alpha is of the form beta equal to b naught plus b1 alpha plus etc plus bn minus 1 alpha raised to n minus 1, where this coefficients bi's belongs to f. ഇതാണ് തിയറം പറഞ്ഞത് അല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഈ എന്ന് പറയുന്നത് എഫിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷനും ആൽഫ ഓൾജിബ്രിക് ആണെങ്കിൽ എഫ് ഓഫ് ആൽഫയാണ് നമ്മുടെ എക്സ്റ്റൻഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. സോ നൗ വി ഡിസ്കസ് ആൻ എക്സാമ്പിൾ വിച്ച് യൂസസ് ദ കൺസ്ട്രക്ഷൻ ഇൻ ദിസ് തിയറം. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ വി ആർ ഗിവൺ എ ഫീൽഡ് f and an irreducible polynomial over that field. Okay, and we have to find its extension field denoted by f of alpha. അപ്പോൾ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ഫീൽഡ് എഫ് തന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഓൾസോ വി ആർ ഗിവൺ ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ ദാറ്റ് ഫീൽഡ് എഫ്. ആ എഫിലുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ തന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ എക്സ്റ്റൻഷൻ ഫീൽഡ് എഫ് ഓഫ് ആൽഫ. ഓക്കെ, സോ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി ആർ ഗിവൺ f and an irreducible polynomial of alpha over f, then we letting alpha be the root of that irreducible polynomial. ഓക്കെ, അപ്പോൾ നമുക്കൊരു എഫ് തന്നിട്ടുണ്ടാവും, ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then we let alpha equal to the root of that irreducible polynomial. ഓക്കെ, ഇതാണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ തന്നിരിക്കുന്നത്, അതിൻ്റെ റൂട്ടായിട്ട് നമ്മൾ ആൽഫയെ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then the extension field will be f of alpha, കാരണം f ഓൾറെഡി ഗിവൺ ആണ്, ആൽഫയെ നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ റൂട്ടായി എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റൻഷൻ ഫീൽഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ എഫ് ഓഫ് ആൽഫയിലെ എലമെൻറ്റ്സ് ഒക്കെ ഈ ഒരു ഫോമിനകത്തായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ ബി നോട്ട് ബി വൺ എക്സെട്ര ബി എൻ മൈനസ് വൺ എന്ന് പറയുന്നത് ആ ഗിവൺ ഫീൽഡ് ഏതാണോ ആ ഫീൽഡിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ആ കോയിഫിഷ്യൻസ് ബി ഐസിനെ കണ്ടുപിടിക്കും. അപ്പോൾ ബി ഐസിനെ കണ്ടുപിടിച്ചാൽ നമുക്ക് ബീറ്റേനെ കണ്ടുപിടിക്കാൻ പറ്റും. ബീറ്റ എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫയിലെ എലമെൻറ്റ്സ് ആണ്. അങ്ങനെ ബീറ്റേനെ കണ്ടുപിടിച്ചാൽ നമുക്ക് എഫ് ഓഫ് ആൽഫയെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ എക്സാമ്പിൾ ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നമ്പർ 1. Let f equal to z2. Let f equal to z2. z2 എന്ന് പറയുന്നത് ഫീൽഡാണ് നമുക്കറിയാം, കാരണം ദിസ് ഇസ് പി. 2 എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്, അതുകൊണ്ട് തന്നെ എല്ലാ സെറ്റ് പികളും അല്ലേ, ഫോർ എവരി പി സെറ്റ് പി, ഫോർ എവരി പ്രൈം നമ്പർ പി സെറ്റ് പി ഇസ് എ ഫീൽഡ്. സോ വി ചൂസ് ഫീൽഡ് എഫ് ഈക്വൽ ടു z2. ഓക്കെ, ദെൻ കൺസിഡർ എ പോളിനോമിയൽ p of x equal to x square plus x plus 1. ഈ ഒരു പോളിനോമിയലിനെ കൺസിഡർ x square plus x plus 1. അങ്ങനെയാണെങ്കിൽ that this polynomial p of x is irreducible in z2 of x. This is our f equal to z2. Then what is f of x? f of x equal to z2 of x. And if we choose a polynomial p of x in such a way that p of x equal to x square plus x plus 1, then this p of x is irreducible over this z2 of x. അപ്പോൾ ഇത് ഇറഡ്യൂസിബിൾ ആണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് വി ഹാവ് ദ റിസൾട്ട്. ഇഫ് എഫ് ഈസ് എ ഫീൽഡ്, എഫ് ഒരു ഫീൽഡാണ്. ഓക്കെ, എഫ് ഒരു ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ദ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 or 3. എഫ് ഒരു ഫീൽഡാണ്, ആൻഡ് ഈ എഫ് ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 or 3. ദെൻ ദിസ് എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ if and only if it has no zeros over f. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആയിരിക്കും if and only if it has no zeros over f. ഓക്കെ, അപ്പം ഈ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ സെറ്റ് ടു ഓഫ് എക്സിൽ
ഈ പോളിനോമിയൽ പി ഓഫ് എക്സിന് സീറോസ് ഇല്ല എന്ന് നമ്മൾ കാണിച്ചാൽ മതി അല്ലേ. സോ വാട്ട് ഈസ് സെറ്റ് ടു എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എ സെറ്റ് 0 1 അല്ലേ. അപ്പോൾ ഈ പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി 0യും 1ഉം ഈ പി ഓഫ് എക്സിൻ്റെ റൂട്ട്സ് അല്ലാന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ. അത് റിസൾട്ട് വരാൻ ഒന്നുകൂടി പറയാം. എഫ് ഒരു ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിൽ നിന്ന് ഞാനൊരു പോളിനോമിയൽ എഫ് ഓഫ് എക്സിനെ സെലക്ട് ചെയ്യാണ് സച്ച് ദ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 or 3. Then this polynomial f of x is irreducible if and only if it has no zeros over f. ഈ എഫിൽ എഫ് ഓഫ് എക്സിന് സീറോസ് ഒന്നും ഇല്ലാതിരുന്നാൽ മതി. അതായത് ഈ എഫിലെ എലമെൻറ്റ്സ് ഒന്നും ഈ നമ്മൾ സെലക്ട് ചെയ്ത ആ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട്സ് ആവാതിരുന്നാൽ മതി. ഓക്കെ, നമ്മുടെ എഫ് എന്ന് പറയുന്നത് Z2 ആണ്. സോ ടു പ്രൂവ് ദിസ് പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ വി ഹാവ് ടു ഷോ ദാറ്റ് the elements of Z2 that is 0 and 1 are not zeros of this P of x. Okay. So what is P of 0? P of 0 equal to 0 plus 0 plus 1 which is equal to 1. What is P of 1? P of 1 equal to 1 plus 1 plus 1. This is addition modulo 2 ആണ്. that 1 plus 1 plus 1 equal to 3. അങ്ങനെയാണ് 3/2. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ ആണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അല്ലേ. സോ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 in Z2. ഓക്കെ, അപ്പോൾ നമുക്ക് P of 0 equal to 1 കിട്ടി. P of 1 equal to 1 കിട്ടി. That means this 0 and 1 are not 0 of P of x, which implies this P of x is irreducible polynomial over Z2. Okay, so this P of x is irreducible. Next step നമ്മൾ എന്താ ചെയ്യുന്നത്? Let alpha be the root of this irreducible polynomial. Let alpha be a root or 0 of P of x which is equal to x square plus x plus 1. Okay. So അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫീൽഡ് എഫ് കിട്ടിയിട്ടുണ്ട്. Z2 ആണ്. ഒരു ആൽഫയെ നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെയാണ് ബൈ ദിസ് തിയറം നമ്മൾ എക്സ്റ്റൻഷൻ ഫീൽഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫ ആയിരിക്കും. സോ ഹിയർ നമ്മൾ എക്സ്റ്റൻഷൻ ഫീൽഡ് എന്ന് പറയുന്നത് Z2 ഓഫ് ആൽഫ ആയിരിക്കും അല്ലേ. ദാറ്റ് മീൻസ് ദെൻ ദർ എക്സിസ്റ്റ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ബൈ ദിസ് തിയറം. ദെൻ ദർ എക്സിസ്റ്റ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് E of Z2 കണ്ടെയ്നിങ് ആൽഫ. ഈ ആൽഫയെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ഈ Z2ന് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് E എക്സിസ്റ്റ് ചെയ്യും. ലെറ്റ് ഇറ്റ് ബി എഫ് ഓഫ് ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു Z2 ഓഫ് ആൽഫ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ ഫീൽഡ് Z2 ഓഫ് ആൽഫ എന്ന് കിട്ടി. നൗ വി നീഡ് ടു ഫൈൻഡ് ദ എലമെൻറ്റ്സ് ഓഫ് ദിസ് എക്സ്റ്റൻഷൻ ഫീൽഡ്. നമുക്കിനി ഈ എക്സ്റ്റൻഷൻ ഫീൽഡിലെ എലമെൻറ്റ്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബൈ ദിസ് തിയറം we know that the elements of Z2 of alpha are of the form beta equal to b0 plus b1 alpha. ഓക്കെ, കാരണം എന്താണ്? നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ പി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി 2 ആണെങ്കിൽ ഈ ബീറ്റയിലെ ആൽഫയുടെ ഹയസ്റ്റ് കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് 2 - 1 ആയിരിക്കും. പി ഓഫ് എക്സിൻ്റെ ഡിഗ്രി n ആണെങ്കിൽ ബീറ്റയിലെ ആൽഫയുടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് n - 1 ആയിരിക്കും. സോ ഇവിടെ ആൽഫയുടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ബീറ്റ ഈക്വൽ ടു b0 plus b1 ആൽഫ. ഓക്കെ, ആൻഡ് വർക്ക് ദിസ് കോഎഫിഷ്യൻറ്റ് b0, b1, b0, b1 ബിലോങ്സ് ടു അവർ ഫീൽഡ് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു Z2. ഈ b0ഉം b1 എന്ന് പറയുന്നത് Z2ലെ എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം Z2 ഈക്വൽ ടു 0 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ b0ന് ഒന്നെങ്കിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. അതുപോലെ തന്നെ ഈ b1ന് ഒന്നെങ്കിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. സോ ഇതിൻ്റെ ദ എലമെൻറ്റ്സ് ഓഫ് Z2 ഓഫ് ആൽഫ ആർ. ആദ്യം ഞാൻ b0നെയും b1നെയും 0 ആയിട്ട് ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 plus 0 ആൽഫ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ b0നെ 0 ആയിട്ടും b1നെ 1 ആയിട്ടും ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ b0 plus 1 into ആൽഫ. നെക്സ്റ്റ് b0നെ 1 ആയിട്ടും b1നെ 0 ആയിട്ടും ചൂസ് ചെയ്യുന്നു. ദെൻ ആ എലമെൻറ്റ് എന്ന് പറയുന്നത് 1 plus 0 into ആൽഫ. നെക്സ്റ്റ് ഈ b0നെയും b1നെയും 1 ആയി ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 1 plus 1 into ആൽഫ. ഓക്കെ, ഇത്ര പോസിബിലിറ്റീസേ വരുള്ളൂ. കാരണം നമ്മൾ Z2ൽ എന്ന് പറയുന്നത് ആകെ 2 എലമെൻറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് ഈ 4 പോസിബിലിറ്റീസേ വരുള്ളൂ. ഓക്കെ, സോ ഇത് എലമെൻറ്റ്സ് ഓഫ് Z2 ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 0 plus 0 ആൽഫ എന്ന് പറഞ്ഞാൽ 0,
this b not equal to 0 അല്ലേ, 0 ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ 0 plus 1 into alpha എന്ന് പറഞ്ഞാൽ ആൽഫ. നെക്സ്റ്റ് 1 plus 0 into alpha which is equal to 1 and 1 plus 1 into alpha that is 1 plus alpha. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ സെറ്റ് ഓഫ് ആൽഫയിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0, ആൽഫ, 1 ആൻഡ് 1 പ്ലസ് ആൽഫ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് this set of alpha is a new finite field of elements 0, alpha, 1, 1 plus alpha, which is the extension of set 2. This is the extension of set 2, and here this alpha is the 0 of x square plus x plus 1. ഓക്കെ, ക്ലിയർ ആയിരുന്നു കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് സെറ്റ് ടുവിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡായിട്ട് കിട്ടി. സോ ഇതിനെന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ അഡീഷനും ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു 2 ടേബിളും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അഡീഷൻ ടേബിളാണ്, സെറ്റ് ഓഫ് ആൽഫേൻ്റെ അഡീഷൻ ടേബിളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളത്തിലുമായിട്ട് നമുക്ക് കിട്ടിയ ഈ ഫീൽഡിലെ എലമെൻറ്റ്സിനാണ് എഴുതിയിരിക്കുന്നത്. 0, 1, ആൽഫ 1 പ്ലസ് 1 ആൻഡ് കോളം വൈസും 0, 1, ആൽഫ 1 പ്ലസ് 1 ആൻഡ് ഇതെന്ന് പറയുന്നത് അഡീഷൻ ടേബിളാണ്. സോ അഡീഷൻ ടേബിൾ ആയതുകൊണ്ട് ഇവിടെ വരുന്ന എൻട്രീസ് എങ്ങനെയായിരിക്കും? 0 പ്ലസ് 0, 0, 0 പ്ലസ് 1, 1, 0 പ്ലസ് ആൽഫ, ആൽഫ, 0 പ്ലസ് 1, 1 പ്ലസ് ആൽഫ, 1 പ്ലസ് ആൽഫ, അങ്ങനെ ഓരോ എലമെൻറ്റും ആഡ് ചെയ്ത് വരുന്നതായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോർ സെറ്റ് ഓഫ് ആൽഫ. ഓക്കെ, നമ്മൾ എങ്ങനെ എന്ത് എഴുതും? ആ ഫീൽഡിനകത്തുള്ള എൻട്രീസിന് കോളം വൈസും റോ വൈസും എഴുതും. അതായത് 0, 1, ആൽഫ 1 പ്ലസ് 1, 1 പ്ലസ് ആൽഫ, 0, 1, ആൽഫ 1 പ്ലസ് ആൽഫ. അതിനുശേഷം ഇവിടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 0 ഇൻറ്റു 0, 0, 0 ഇൻറ്റു 1, 0 എക്സെട്ര. അതുപോലെ 1 ഇൻറ്റു 0, 0, 1 ഇൻറ്റു 1, 1, 1 ഇൻറ്റു ആൽഫ, ആൽഫ ആൻഡ് 1 ഇൻറ്റു 1 പ്ലസ് ആൽഫ, 1 പ്ലസ് ആൽഫ. ഓക്കെ, so this is the addition table and multiplication table for set 2 of alpha. Okay, now next we discuss an algebraic way to construct the set of all complex numbers from set of all real numbers. Okay, set of all real numbers il ninnum set of all complex numbers ne construct cheyyunna oru algebraic way aanu nammal discuss cheyyunnathu. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോബ്ലം, ദിസ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് ദിസ് തിയറം. ഓക്കെ, സോ ഹിയർ എക്സാമ്പിൾ നമ്പർ 2 and this discuss an algebraic way to construct the set of all complex numbers from set of all real numbers. Okay, so I let f equal to r. Here set of all real numbers il ninnu venam namukku set of all complex numbers ne construct cheyan. So we let our field f equal to r and consider the polynomial p of x equal to x square plus 4. ഇങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയൽ ആർ ഓഫ് എക്സിനകത്ത്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആർ ഓഫ് എക്സ് ആണ്. ഈ ആർ ഓഫ് എക്സിനകത്ത് ഇറഡ്യൂസിബിൾ ആണ്. കാരണം എന്താണ്? ഈ പോളിനോമിയൽ പി ഓഫ് എക്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലീസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 വിച്ച് ഇംപ്ലീസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. പോളിനോമിയലിലെ റൂട്ട്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഐ ആണ്. അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് അല്ലേ? അത് കോംപ്ലക്സ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ പോളിനോമിയൽ ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ റൂട്ട്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പി ഓഫ് എക്സ് ആർ ഓഫ് എക്സിനകത്ത് ഇറഡ്യൂസിബിൾ ആണ്. ദിസ് ഈസ് എൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ആർ ഓഫ് എക്സ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ we know that every ideal generated by an irreducible polynomial is an maximal ideal. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഏതൊരു ഐഡിയലും മാക്സിമൽ ഐഡിയലാണ്. ആൻഡ് ദിസ് ഈസ് എൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. Therefore the ideal generated by x square plus 1 is a maximal ideal. Okay, now our f of x which is equal to r of x is a commutative ring with a unity. Okay, and so if since this r of x is a commutative ring with a unity and the ideal generated by x square plus 1 is a maximal ideal, we have the result, the quotient ring r of x by the ideal generated by x square plus 1 is a field. Okay, and this is not only a field but this r of x by
the ideal generated by x square plus 1 is an extension field. This is an extension field. നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ എക്സാമ്പിൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടില്ല. അവർ ജസ്റ്റ് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, സോ this is not only a field but this quotient ring R of x by the ideal generated by x square plus 1 is a extension field. അത് നിങ്ങളൊന്ന് സ്വന്തം ചെയ്ത് നോക്കുക ഇതെങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ആവുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ രണ്ട് ഫീൽഡ് ഉണ്ട് വിചാരിക്കും. ഇപ്പോൾ എഫും എഫ് ഡാഷും രണ്ട് ഫീൽഡാണെങ്കിൽ ആ എഫിൻ്റെ എക്സ്റ്റൻഷൻ ഫീൽഡാണ് എഫ് ഡാഷ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി, ആ എഫിൽ നിന്നും എഫ് ഡാഷിലേക്ക് ഒരു 1-1 ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി അല്ലേ. സോ ഹിയർ വി നീഡ് ടു പ്രൂവ് ദാറ്റ് this R of x by the ideal generated by x square plus 1 is an extension field of R. ഇത് ആറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത് അല്ലേ. ലെറ്റ് ഇറ്റ് ബി ഇ. സോ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദിസ് ഇ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ആർ. സോ ഇതൊരു എക്സ്റ്റൻഷൻ ഫീൽഡാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ ആറിൽ നിന്നും ഈ ഇയിലേക്ക് ഒരു 1-1 ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ കാണിച്ചാൽ മതി. അപ്പോൾ ആ മാപ്പ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. let it phi from R to E. എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, R to E defined by phi of A equal to A plus the ideal generated by x square plus 1. ഓക്കെ, ഈ മാപ്പ് ദിസ് ഇസ് എ മാപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാപ്പ് 1-1 ആണെന്ന് കാണിക്കണം, അതുപോലെ തന്നെ ഒരു ഹോമോമോർഫിസം ആണെന്ന് കാണിക്കണം. 1-1 ആണെന്ന് എങ്ങനെ കാണിക്കുക, phi of A equal to phi of B implies A equal to B ആണെന്ന് കാണിക്കണം. ഇങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് 1-1. ആൻഡ് കൂടാതെ ഈ മാപ്പ് എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആണെന്ന് കാണിക്കണം. ഹോമോമോർഫിസം ആണെന്ന് കാണിക്കാൻ വേണ്ടി phi of A plus B equal to phi of A plus phi of B ആണെന്നും കാണിക്കണം. ആൻഡ് phi of AB equal to phi of A into phi of B ആണെന്നും കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ഈ phi എന്ന് പറയുന്നത് ഒരു 1-1 ഹോമോമോർഫിസം ആണ്. And if there exists a 1-1 homomorphism from R to E, then we can say that this E is an extension field of R. Okay, അപ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പ് അടക്കം ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ ദിസ് R of x divided by the ideal generated by x square plus 1 is an extension field. Now we let alpha equal to x plus the ideal generated by x square plus 1. Okay, we let alpha equal to x plus the ideal generated by x square plus 1. Then p of alpha equal to 0. ഇങ്ങനെ p of alpha എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് ചെക്ക് ചെയ്ത് നോക്കുക, എങ്ങനെയായിരിക്കും p of alpha 0 ആവുന്നത്. വാട്ട് ഈസ് p of x? p of x equal to x square plus 1 അല്ലേ. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും p of alpha? p of alpha equal to p of what is our alpha? Alpha equal to x plus the ideal generated by x square plus 1 അല്ലേ. So this is equal to x square plus 1, that is x plus the ideal generated by x square plus 1 all square plus 1, which is equal to, ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നില്ല, this is equal to, this is a plus b whole square, that is x square plus 2x into the ideal generated by x square plus 1 plus the ideal generated by x square plus 1 സ്ക്വയർ ആണ് വരിക, അതായത് അത് the ideal generated by x square plus 1 തന്നെയായിരിക്കും. ഓക്കെ, plus 1. ഓക്കെ, so this is equal to x square. Now consider this 2x into the ideal generated by x square plus 1. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, the ideal generated by x square plus 1 ആണ്. കാരണം ഏതൊരു ഐഡിയൽ എടുത്താലും അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് സംതിങ് വരികയാണെങ്കിൽ അതെന്ന് പറയുന്നത് ആ ഐഡിയൽ എന്താണോ അത് തന്നെയായിരിക്കും. സോ ഇതെന്ന് പറയുന്നത് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഇവിടെ എക്കെ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. കാരണം ഈ ടേംസ് ഒക്കെ എന്ന് പറയുന്നത് ഈ ഐഡിയലിൽ ഉള്ളതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് the ideal generated by x square plus 1. Okay, now we know that this term x square plus 1 belongs to the ideal generated by x square plus 1. ഈ ഐഡിയലിലുള്ള ഒരു എലമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു the ideal generated by x square plus 1. Okay, and this can be written as this is equal to 0 plus the ideal generated by x square plus 1. Now note that
this element 0 plus the ideal generated by x square plus 1 is the 0 element in our E. ഈയുടെ അതായത് ഈ ആർ ഓഫ് എക്സ് ബൈ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിലെ 0 എലമെൻ്റ് ആണ് 0 പ്ലസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വി ഗെറ്റ് പി ഓഫ് ആൽഫ ഈക്വൽ ടു 0. ഓക്കെ, നൗ so if we choose alpha equal to x plus the ideal generated by x square plus 1, then we get p of alpha equal to 0. That is, the alpha is the root of this polynomial p of x. So now we know that if is a field and alpha is algebraic over R, then f of alpha is its extension. അങ്ങനെയാണ് ഇവിടെ നമുക്ക് f ഉണ്ട് and we get this alpha is algebraic over R. കാരണം എന്താണ്, ഈ ആൽഫ റൂട്ടായി കൊണ്ടുള്ള ഒരു പോളിനോമിയൽ നമുക്ക് കിട്ടി പി ഓഫ് എക്സ് എന്ന. സോ ബൈ ദ പ്രീവിയസ് തിയറം വി ഹാവ് എഫ് ഓഫ് ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഓഫ് ആൽഫ is an extension field of R by the previous theorem. Okay, അപ്പോൾ നമുക്ക് കിട്ടി ദിസ് ആർ ഓഫ് എക്സ് ബൈ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ്. അതുപോലെ തന്നെ ആർ ഓഫ് ആൽഫ എന്ന് പറയുന്നത് ആറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ്. സോ ഐ ലെറ്റ് ദിസ് ആർ ഓഫ് ആൽഫ ഈക്വൽ ടു ദ കോഷ്യന്റ് റിംഗ് ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, where this alpha is the root of x square plus 1. Now by the theorem we have the elements of this field R of alpha which equal to R of x by the ideal generated by x square plus 1 is of the form some beta which is equal to b naught plus b1 alpha. Alle, by the theorem we have the elements of R of alpha is of the form beta which is equal to b naught plus b1 alpha. കാരണം നമ്മൾ റെഡ്യൂസിബിൾ പോളിനോമിയൽ പി ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബീറ്റയിലുള്ള ആൽഫയുടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 - 1 ആയിരിക്കണം, അതായത് 1 ആയിരിക്കും. സോ ബീറ്റ ഈക്വൽ ടു ബി നോട്ട് പ്ലസ് b1 ആൽഫ, വെർ ദിസ് b naught, b1 belongs to our field R. Okay, now we have p of x equal to x square plus 1. അല്ലേ, p of x പറഞ്ഞാൽ x square plus 1 ആണ്. and p of alpha equal to 0. then what is p of alpha? p of alpha equal to alpha square plus 1 which is equal to 0, which implies this alpha equal to I. plus or minus I ഉണ്ട്, നമ്മൾ ഇവിടെ I കൺസിഡർ ചെയ്യുന്നു. this implies alpha equal to I. that is, this alpha plays the role of I in the set of all complex numbers. That is, then what is our R of alpha? R of alpha become R of, what is alpha? Alpha equal to I. So R of alpha become R of I. And R of alpha ile elements എങ്ങനെയായിരുന്നു? R of alpha ile elements എന്ന് പറയുന്നത് some beta equal to b naught plus b1 alpha ആയിരുന്നു. So since R of alpha equal to R of I, ഈ R of I ile elements എങ്ങനെയായിരിക്കും? R of I equal to the set of all b naught പ്ലസ് b1 ആൽഫ ആയിരുന്നു. സോ ഇവിടെ നമുക്ക് ആൽഫയുടെ വാല്യൂ ഐ കിട്ടി. സോ b naught പ്ലസ് b1 ഐ, where this b naught, b1 belongs to R. Okay, so this is equal to R of I equal to some a plus bi, where a, b belongs to R. This can be written as this. അല്ലേ, ഓക്കെ. നൗ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ പ്ലസ് ബി ഐ ആണ്, അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആർ ഓഫ് ഐ ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എ പ്ലസ് ബി ഐ എ, ബി ബിലോങ്സ് ടു ആർ, അല്ലേ. അതായത് ഈ എ പ്ലസ് ബി ഐ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോമാണ്. ദാറ്റ് ഈസ് വി ഗെറ്റ് ദ ആർ ഓഫ് ഐ ഈക്വൽ ടു ദ കളക്ഷൻ ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. ദാറ്റ് ഇംപ്ലൈസ് ദിസ് ആർ ഓഫ് ഐ ഓർ ആർ ഓഫ് ആൽഫ is isomorphic to C, which is the algebraic way to construct the set of all complex numbers from set of all real numbers. അല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഒരു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാം? നമുക്ക് സപ്പോസ് വി ഹാവ് ആർ, അങ്ങനെയാണെങ്കിൽ ആർ എന്ന ഈ ഫീൽഡിനോട് നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിൽ ഒരു ഐ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
set of all complex numbers കിട്ടും. So this is the method to construct the set of all complex numbers from the set of all real numbers. Okay.